നമസ്കാരം. വാപ്പിക്ക് വലിയ ശിക്ഷ കൊടുക്കരുത് എന്നാണ് ആ പിഞ്ചു കുഞ്ഞ് ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും പറയുന്നത്. എനിക്ക് അമ്മായിയുടെ കൂടെ പോയാൽ മതി, അമ്മായാണ് എന്നെ നോക്കിയത്. പിതാവിൻ്റെ മർദ്ദനമേറ്റ് മനസ്സും ശരീരവും നൊന്തു എങ്കിലും ആ കുഞ്ഞു മനസ്സിൽ ഉപ്പയോടുള്ള സ്നേഹം മുറിഞ്ഞിരുന്നില്ല. സംരക്ഷണം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അഭിപ്രായം തേടിയപ്പോഴാണ് ആ 4ാം ക്ലാസ്സുകാരി ഇങ്ങനെ പറയുന്നത്. കുട്ടിയെ ചേർത്തല മായിത്രയിലെ സർക്കാർ ഹോമിലേക്ക് മാറ്റുവാൻ ആലോചിച്ചിരുന്നുവെങ്കിലും അമ്മുമ്മയോടൊപ്പം പോകുവാനാണ് കുട്ടി ആഗ്രഹം അറിയിച്ചത് എന്നാണ് ആലപ്പുഴ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തകുമാരി അമ്മ പറയുന്നത്. തുടർന്നാണ് കുട്ടിയുടെ സംരക്ഷണ ചുമതല അച്ഛനിൽ നിന്നും അമ്മുമ്മയിലേക്ക് മാറുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടിയെ കാണുവാനായി ശനിയാഴ്ച എത്തും. ആലപ്പുഴ ശിശു സംരക്ഷണ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ പറഞ്ഞു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പിതാവിനെയും രണ്ടാനമ്മയെയും ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. ആദിക്കാട്ടുകുളങ്ങര കഞ്ചുക്കോട് പൂവണ്ണം തടത്തിൽ അൻസാർ, 2ാം ഭാര്യ ഷഫീന എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അൻസാറിനെ പത്തനംതിട്ട ജില്ലയിലെ കടമാൻകുളത്ത് നിന്നും ഷഫീനയെ കൊല്ലം ജില്ലയിലെ ചക്കുവള്ളിയിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അൻസാർ എന്ന് പോലീസ് പറയുന്നു. ഇവർക്ക് വേണ്ടി ഡിവൈഎസ്പിയുടെ കീഴിൽ 5 പ്രത്യേക വിഭാഗങ്ങളായി തിരിഞ്ഞ് 2 ദിവസമായി പോലീസ് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. കുട്ടിയെ മർദ്ദിച്ചത് കണ്ടെത്തിയ അന്ന് ബുധനാഴ്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയതോടെ വീട് പൂട്ടി ഈ ദമ്പതിമാർ മുങ്ങുകയായിരുന്നു. ഇതിനുശേഷം അൻസാർ രാത്രി വീട്ടിലെത്തുകയും പിതാവ് നിസാറുദ്ദീനെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട്. സംഭവശേഷം ഇവരുടെ ഇരുനില വീട് പൂട്ടി ഇട്ടിരിക്കുകയാണ്. കുട്ടി അമ്മുമ്മയോടൊപ്പം ശൂരനാട്ടെ ബന്ധുവീട്ടിലാണ് ഇപ്പോൾ. അമ്മുമ്മയുമായുള്ള അമിത അടുപ്പം ചാരുമൂട്ടിൽ 4ാം ക്ലാസ്സുകാരിയെ പിതാവും രണ്ടാനമ്മയും മർദ്ദിക്കുന്നതിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടിയ സൂചന. അമ്മയില്ലാത്ത കുട്ടിയെ 7 ദിവസം പ്രായമുള്ളപ്പോൾ മുതൽ നോക്കിയത് ഈ അമ്മുമ്മയായിരുന്നു. അതിനാൽ അമ്മുമ്മയോടുള്ള അടുപ്പം കുട്ടിക്ക് ഒരിക്കലും ഒഴിവാക്കാനുമാകില്ല. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മിടുക്കിയാണ് ഈ കൊച്ചു പെൺകുട്ടി. സ്കൂൾ ലീഡറുമാണ്. മുൻപ് എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിവുമില്ല. LKG മുതൽ ഇവിടെ പഠിക്കുന്നു. എല്ലാറ്റിലും മികവ് തെളിയിച്ചവൾ, സ്കൂളിൻ്റെ അഭിമാനം. അവൾക്കാണ് ഇപ്പോഴീ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അറിഞ്ഞപ്പോൾ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു എന്നും പ്രഥമ അധ്യാപിക A. സബീന പറയുന്നു.